അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴഞ്ചൊല്ലുകളെ കുറിച്ച് കൂടിയാണ് അല്ലേ. പഴഞ്ചൊല്ലുകളെ കുറിച്ച് നമ്മൾ രണ്ടെണ്ണമാണ് പ്രത്യേകമായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള അങ്കൂർ കട്ടേ ഹൈ, മുന്തിരി പുളിയുള്ളതാണ് എന്ന് പറഞ്ഞ ആ പാഠഭാഗം പറഞ്ഞു. അപ്പോൾ ഇനി പറയാനുള്ളത് ബന്ദർ ബാണ്ട്, കുരങ്ങിൻ്റെ വിഭജിക്കല്. ഒരു രണ്ട് പൂച്ചകളെ തല്ലുകൂടായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ കുരങ്ങൻ പറയാണ്, ഹലോ എന്തിനാണ് ഈ തല്ലുവിടണേ, ഞങ്ങള് ഈ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുന്നുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, പക്ഷെ ഞങ്ങൾ നിങ്ങളെ പോലെ തല്ലുകൂടാൻ നിൽക്കലില്ല. അപ്പം ഞാൻ വിഹിതം വെച്ച് തരും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് അവസാനം കൂടുതൽ ആർക്കെന്നെ കിട്ടണേ, ഈ ബന്ദറിനാണ് കിട്ടണേ. അപ്പോൾ ബന്ദറിൻ്റെ ബാധിക്കൽ പറഞ്ഞാൽ അതാണ്. കുറച്ച് എടുത്തെടുത്ത് അതിന്നെടുത്ത് മറ്റേന്നെടുത്ത് അപ്പോൾ ഒന്നിൽ കുറച്ച് കൂടുതലാകുമ്പോൾ അതിന്നെടുത്ത്, അപ്പോൾ ഇതിൽ കുറച്ച് കുറയുമ്പോൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് അതിനെ ശരിയാക്കുമ്പോൾ ഇവിടെ ലെവലാക്കുക അവിടെ ലെവലാക്കുക, അങ്ങനെ അങ്ങനെ അവസാനം കുറേ സാധനം ഇല്ലാതാവാന്നർത്ഥം. എന്നിട്ട് ബാക്കി ഫുള്ള് ആർക്ക് കിട്ടുക? മെയിൻ ആളായ ബന്ദറിന് കിട്ടുന്നൊരു കഥ. ഭാഗിച്ച് വായിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതായി എന്നറിയില്ലേ, ഒരു വെറൈറ്റി ആയിട്ട് എന്നതുപോലെ ഭാഗിച്ച് അവസാനം വായിക്കുന്ന ആളുകൾക്ക് കൂടുതൽ കിട്ടുന്ന രീതിയായി. മനസ്സിലായോ? അപ്പൊ ബന്ദർ ബണ്ട് കിസി ജഗഡേമ, ഏതെങ്കിലും ഒരു തർക്കത്തിൽ, ഇൻസാഫ് കർണേക്കെ ബഹാനെ അപ്പിന കാം ബനാന. ജഗഡ പറഞ്ഞാല് തർക്കം. അപ്പൊ കിസി ജഗഡമ, ഏതെങ്കിലും തർക്കത്തിൽ, ഇൻസാഫ് കർണേക്കെ ബഹാനെ, നീതി ഉണ്ടാക്കാനുള്ള തന്ത്രത്തിൽ, ഇൻസാഫ് കർണേക്കെ ബഹാനെ നീതി ഉണ്ടാക്കുന്ന ആ ഒരു തന്ത്രത്തിൽ, അപ്പിന കാം ബനാന സ്വന്തത്തിന് ഉപകാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഉപകാരം ഉണ്ടാക്കുക. ബാക്കിയുള്ളവർക്ക് അത്ര ഉപകാരമൊന്നുമില്ല. അതിനു വേണ്ടിയാണ് ഈ വിഹിതം വെക്കുന്നത്, വിഭജിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ട്രിക്ക് എടുത്താൽ വിഹിതം വെച്ച് അവസാനം വിഹിതം വെക്കണം, ആകെ കൂടുതൽ കിട്ടണം, ആ ഒരു രീതി. മനസ്സിലായോ? അപ്പിനാക്കാൻ പനാണ് സ്വന്തത്തിന് ഉപകാരം ഉണ്ടാക്കുക, കൂടുതൽ ഉപകാരം ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പോൾ ഏക്കതിന് ഒരു ദിവസം, ഏക്ക് എന്നും പറയും, ചില സമയത്ത് ഏക്ക് എന്നുള്ളതിന് ഇക്ക് എന്നും പറയും. ഏക്ക് എന്നുള്ളതിനെ ഷോർട്ടായിട്ട് എന്ത് പറയും? ഇക്ക് എന്ന് പറയും. അപ്പൊ ഇവിടെ ഏതായാലും ഏക്ക് ദിൻ, ഒരു ദിവസം. വൺ ഡേ എന്ന് ഇംഗ്ലീഷിൽ പറയില്ല നമ്മള്, വൺ ഡേ, അതാണ്. ദോ ബൂക്കി ബില്ലിയ, രണ്ട് വിശക്കുന്ന, ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച, ബില്ലിയ എന്ന് പറയുമ്പോൾ പൂച്ചകൾ എന്നാവും കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് പൂച്ചകൾ. അപ്പൊ വിശക്കുന്ന രണ്ട് പൂച്ചകൾ, കിസി ഗർക്കെ ബാവർച്ചി ഖാനെ മേ ദാഹിൽ ഹുയേ, ഏതോ വീടിന്റെ, കിസി ഗർക്കെ ഏതോ വീടിന്റെ, മനസ്സിലായോ? ബാവർച്ചി ഖാനെ മേ അടുക്കളയിൽ, ദാഹിൽ ഹുയേ പ്രവേശിച്ചു. പൂച്ചകൾ അധികം ഏത് ഭാഗത്തേക്കാ ഉണ്ടാവുക? അടുക്കള ഭാഗത്തേക്കാ ഉണ്ടാവുക. കാരണം അവിടെയാണ് ഭക്ഷണമൊക്കെ കൂടുതൽ കിട്ടുക അല്ലേ. അടുക്കളയും അതുപോലെ അടുക്കളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ, ഭക്ഷണമുള്ള സ്ഥലങ്ങൾ, അവിടേക്കാണ് കൂടുതലും പൂച്ചകൾ ഉണ്ടാവുക അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ വിശന്ന് വരികയാണ് രണ്ട് പൂച്ചകൾ. അങ്ങനെ അവര് വീടിന്റെ അടുക്കളയിൽ പ്രവേശിച്ചു. ദാഖിൽ ഹുയ, പ്രവേശിച്ചു. കാനേക്ക് തമാം ചീസെ അന്തർ ബന്ദ് തീ, കാനേക്ക് തമാം ചീസെ അന്തർ ബന്ദ് തീ, കഴിക്കാനുള്ള ഭക്ഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും, അന്തർബന്ധത്തി ഉള്ളിൽ ബന്ധപ്പെട്ട്, ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, ഹർത്താല് ബന്ധ് എന്ന് കേട്ടിട്ടില്ലേ? അത് ആ സാധനം തന്നെയാണ് ഇതും, ഈ ബന്ധ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഭക്ഷണത്ത് എല്ലാം സ്റ്റോറാക്കിയാണ്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഉള്ളിൽ വെക്കപ്പെട്ട, അതുകൊണ്ട് എന്താണ് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അത് ഉള്ളിൽ സ്റ്റോറിലായിട്ട് അല്ലെങ്കിൽ മഞ്ചയിലായിട്ടൊക്കെയാണ് കൊണ്ടുപോയി അടുക്കി വെച്ചൊക്കെയാണ്. അപ്പോൾ ഈ പൂച്ചക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ആ ഒരു സംഭവം പറയാണ്, കാനയ്ക്ക് തമാം ചീസ്, ഭക്ഷണത്തിനുള്ള എല്ലാ വസ്തുക്കളും, തമാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള, ചീസ് വസ്തുക്കൾ. ചീസ് എന്നുള്ളതിന് ജമ്മാണെന്ത്? ചീസ്. ചീസ് വസ്തു, ചീസ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. അപ്പൊ ഭക്ഷിക്കാനുള്ള എല്ലാ വസ്തുക്കളും അന്തർബന്ധത്തെ
ഉള്ളിൽ എന്തായിരുന്നു? സൂക്ഷിക്കപ്പെട്ടിരുന്നു, ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഉനെ കുച്ച് കാനേക്കോ അന്നമില്ല, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നും തന്നെ ലഭിച്ചില്ല. ഉനെ ആ പൂച്ചകൾക്ക് കുച്ച് ഒന്നും കാനേക്കോ അന്നമില്ല, ഭക്ഷിക്കാൻ ലഭിച്ചില്ല, കിട്ടിയില്ല. एक प्लेट में रोटी का टुकड़ा रह गया था. പ്ലേറ്റ് ആണ് നമ്മൾ പ്ലേറ്റ് തന്നെ കേട്ടോ, ഇംഗ്ലീഷിൽ പറയില്ല പ്ലേറ്റ്, അത് തന്നെയാണ് ഉറുദുവിലും പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പ്ലേറ്റില് റോട്ടി കാ ടുക്കട, റൊട്ടിയുടെ കഷ്ണം, ടുക്കട പറഞ്ഞാൽ പീസസ്, കഷ്ണങ്ങൾ. അപ്പോൾ റൊട്ടിയുടെ കഷ്ണങ്ങൾ രഹ് ഗയാത്ത, അവശേഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? ഏക് പ്ലേറ്റ് മേ റോട്ടി കാ ടുക്കട രഹ് ഗയാത്ത. അപ്പൊ സ്വാഭാവികമായിട്ടും റോട്ടിന്റെ ഒരു കഷ്ണാണെങ്കിൽ അവരെന്ത് ചെയ്യും? കണ്ടാലും എടുത്ത് മണ്ടൂലേ? അതുകൊണ്ട് തന്നെ ഏക്ക് ബില്ലി ഉസേ ലേക്കർ ബാഗി, ഒരു ബില്ലി വന്നിട്ട്, ഒരു പൂച്ച വന്നിട്ട് അതിനെ എടുത്ത് മണ്ടി ഓടി. ബാഗിന പറഞ്ഞാൽ ഓടുക, ബാഗി പറഞ്ഞാൽ ഓടി. മനസ്സിലായോ? ബില്ലി എന്നുള്ളതിലേക്ക് നോക്കിയിട്ടാണ് ബാഗി എന്ന് പറഞ്ഞത് കേട്ടോ. അത് മുദക്കറാണെങ്കിൽ ബാഗ എന്നാണ് പറയാം. ഇത് മുഅന്നസ് ആയതുകൊണ്ടാണ് എന്ത് ബാഗി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഏക് ബില്ലി ഉസേ ലേക്കർ ബാഗി, ദൂസരി ഉസ്കെ പീച്ചേ ദൗടി. അപ്പോൾ ഒന്ന് വണ്ടിയപ്പോൾ എന്തായി? ഒരു പൂച്ച വണ്ടിയപ്പോൾ അതിൻ്റെ ബാക്കിൽ വേറെ പൂച്ച വണ്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പൂച്ചകൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവിടണോ കണ്ടിട്ടില്ല നിങ്ങൾ? അതേപോലെ എന്തെങ്കിലും സാധനം കിട്ടിയാൽ മറ്റേതിന് ആ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നാലെ മണ്ടും വേറെ പൂച്ച. എന്നതുപോലെ ഇവിടെയും സംഭവിക്കണം. അത് തന്നെയാണ്. ഒരു പൂച്ച വണ്ടിയപ്പോൾ അത് ആ സാധനം കിട്ടാൻ, പൂച്ചൻ്റെ തൊള്ളിയുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പൂച്ച എന്ത് ചെയ്തു? മണ്ടി. ദൂസരി പറഞ്ഞാൽ രണ്ടാമത്തെ, അല്ലെങ്കിൽ മറ്റുള്ള എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് പറയാ? ദൂസരി. അപ്പൊ ദൂസരി ഉസ്കെ പീച്ചേ ദൗടി, അതിൻ്റെ പിറകിലായിട്ട് ഓടി. പീച്ചേ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നർത്ഥം. മനസ്സിലായോ? ആകെ പീച്ചേ ഊപ്പർ നീച്ചെ എന്നാണ്. ആകെ എന്ന് പറഞ്ഞാൽ മുമ്പില്, പീച്ചേ പറഞ്ഞാൽ പിന്നില്, ഊപ്പർ പറഞ്ഞാൽ മുകളില്, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ അല്ലെങ്കിൽ അടിയിൽ. ആകെ പീച്ചെ ഊപ്പർ നീച്ചെ അങ്ങനെ തന്നെ പറയല്. ആകെ പറഞ്ഞാൽ മുമ്പില്, പീച്ചെ പറഞ്ഞാൽ പിന്നില്, ഊപ്പർ എന്ന് പറയുമ്പോഴോ മുകളില്, നീച്ചെ എന്ന് പറയുമ്പോൾ അടിയില്, താഴെ. അപ്പൊ ഏതായാലും ദൂസരി ഉസ്കെ പീച്ചെ എവിടെ പറഞ്ഞാൽ പിന്നാലെ മണ്ടി. ആഖിർ ദോനാമെ ജഗട ഹോനെ ലഗ, അവസാനം അവർക്ക് രണ്ട് പേർക്കിടയിലും തർക്കങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ജഗട പറഞ്ഞ തർക്കം, സ്ട്രഗിൾ, ഫൈറ്റ്. ജഗട, തർക്കം ഉണ്ടാവാൻ തുടങ്ങി രണ്ട് പൂച്ചകൾക്കിടയിലും. റോട്ടി കാ ടുക്കട ദോനോക്കെ ബീച്ച് രക്കാ ഹുവാത്ത. അങ്ങനെ ഏതായാലും ഈ റൊട്ടിയുടെ കഷ്ണം അങ്ങനെ തർക്കം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? തൊള്ളിന്നൊക്കെ ചാടിയിട്ട് അവർക്ക് രണ്ടു പേർക്കിടയിൽ ആ റൊട്ടി കഷ്ണം വന്നു പതിച്ചു. രണ്ടാളെ തൊള്ളിന്നും പോയി തർക്കം ഉണ്ടായപ്പോളേ. മനസ്സിലായോ? റോട്ടി കാ ടുക്കട, റൊട്ടിയുടെ കഷ്ണം ദോനോക്കെ ബീച്ച് രക്കാ ഹുവാ, രണ്ടാളുടെയും ഇടയിലായിട്ട് വെക്കപ്പെട്ടിരുന്നു. ദോനോ ബില്ലിയ, രണ്ട് പൂച്ചകളും ആംഗെ സുറഖ് और बाल खड़े किए हुए एक दूसरे पर हमला करने को तैयार थी. രണ്ട് പൂച്ചകളും കണ്ണുകളൊക്കെ ചുവപ്പിച്ചിട്ട്, ആകെ കണ്ണുകള് സുറുഹ് എന്ന് പറഞ്ഞത് ചുവപ്പിച്ചിട്ടോ, ലാല് എന്നുള്ള അർത്ഥത്തിലാണ് പറയാ സുറുഹ്. കണ്ണൊക്കെ ചുവപ്പിച്ച്, അതുപോലെ ഓർ ബാൽ കട ഹുയെ, അവരെ മുടിയൊക്കെ ഇങ്ങനെ എഴുന്നള്ളിപ്പിച്ച്, എന്നാൽ മുടി ഇങ്ങനെ നിവർന്ന് ശരിക്കും ഇങ്ങനെ നിൽക്കണ ഒരു സ്ട്രോങ് ആകുമ്പോഴേ വല്ല മുഖക്കണ് മാറൂലേ പൂച്ചകളെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്ട്രോങ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഭയങ്കര മാറ്റം ഉണ്ടാവും, ചേഞ്ച് ഉണ്ടാവും നല്ലേ. അപ്പോൾ ഏതായാലും അങ്ങനെ ഭയങ്കര സ്ട്രോങ്ങിൽ ഇങ്ങനെ അവർ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാറോ? ഏക്ക് ദൂസരെ പർ ഹംല കർണേക്കോ തയ്യാർത്തി, ഒരു പൂച്ച മറ്റൊരു പൂച്ചയുടെ മേലിൽ ആക്രമിക്കാൻ വേണ്ടി, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ഒരു പൂച്ച മറ്റൊരു പൂച്ചയുടെ മേലിൽ ആക്രമിക്കാൻ വേണ്ടി അവർ തയ്യാറായിക്കുക. അതിന് വേണ്ടിയാണ് ഒരു കണ്ണൊക്കെ ചോപ്പിച്ചേ. ആകെ പിരാന്തടിച്ചു പോകണം പ്രയാസപ്പെട്ടിട്ട്. ഏതായാലും ഏക്ക് ദർഖ്ത് പർ. അപ്പൊ ഈ ഒരു സംഭവം ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ട ആര്? നമ്മളെ ബന്ദർ, കൊരങ്ങന് മരുത്തുമല്ലല്ലോ അധികം ഉണ്ടാവുക അല്ലേ? അപ്പൊ ഏതായാലും കൊരങ്ങൻ എന്ത് മരുത്തം വന്ന് ഇവരെ ഈ തർക്കും ഒക്കെ ഇങ്ങനെ രസകരമായ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഇവരുടെ തർക്കമൊക്കെ. ഏക്ക് ദർഖ്ത് പർ, ഒരു മരത്തിന്റെ മേൽ ബൈഠാ ഹുവ,
ഇരുന്നു കൊണ്ട്. ബന്ദർ കുരങ്ങ് ഉൻകി ലഡായി അവരുടെ തർക്കങ്ങൾ ദേഖ് രഹാ താ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? ദറഖ്ത് പറഞ്ഞാല് മരം, ഷജറത്ത്. പിന്നെ ബൈട്ടാഹു പറഞ്ഞാൽ ഇരുന്നതായ സ്ഥിതിയിൽ, ഇരുന്നു കൊണ്ട് എന്നർത്ഥം. ലഡായി എന്ന് പറഞ്ഞാൽ സ്ട്രഗിൾ, ഫൈറ്റ്, തർക്കം. वो खुद रोटी पर कब्जा जमाने की फिक्र में थे. അപ്പൊ ഈ ഒരു തർക്കങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കൊരങ്ങൻ എന്താ ചിന്തിക്കണേ? ഈ ഭക്ഷണം കൊരങ്ങനെ എങ്ങനെ കിട്ടണമെന്നാ. അവർക്ക് രണ്ടാക്കും കിട്ടിയാൽ പോരെ, എനിക്കെന്നെ കിട്ടണം എന്ന് കരുതിയിട്ട് കൊരങ്ങനെ ആ സൂത്രത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ ഇപ്പോൾ അവരടുത്തതും തട്ടിപ്പറിച്ചെടുക്കാന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ പറയണത്. വാഹുദ്, ഈ കൊരങ്ങൻ സ്വയമായിട്ട്, കൊരങ്ങൻ തന്നെ റോട്ടി പർ, ഈ ഭക്ഷണത്തിൻ്റെ മേൽ, റൊട്ടിയുടെ മേൽ, കബ്സ ജമാനേക്ക് ഫിക്ർ മേത്ത, കൈവശപ്പെടുത്താനുള്ള ചിന്തയിലായിരുന്നു. കൈവശപ്പെടുത്താനുള്ള ചിന്തയിലായിരുന്നു. അപ്പോൾ റൊട്ടി എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം എന്ന രീതിയിൽ അതെങ്ങനെ കൈവശപ്പെടുത്തും, എങ്ങനെ ഞാനത് എടുക്കും, എങ്ങനെ എനിക്കത് തട്ടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ എങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആര്? യെസ്, നമ്മളെ ബന്ദർ, കൊരങ്ങന്. മനസ്സിലായോ? ഏതായാലും മൗക്കെ ദേക്കാർ വോ നീച്ചെ ഉത്തറ, സന്ദർഭം നോക്കിയിട്ട് താഴെ അത് ഇറങ്ങി. മൗക്കെ ദേക്കാർ, സന്ദർഭം നോക്കിയിട്ട് വോ നീച്ചെ ഉത്തറ, താഴെ ഇറങ്ങി. നീച്ചറ താഴെ. ഉസ്നെ കഹാ, അത് പറഞ്ഞു. ശുക്ർ കറോ, നന്ദി ചെയ്യോ നിങ്ങൾ. के तुम्हें लोगों के घरों में आसानी से खुराक मिल जाती है. നിങ്ങൾക്ക് മനുഷ്യന്മാരുടെ വീടുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ പെട്ടെന്ന് ഭക്ഷണം കിട്ടണില്ലല്ലോ. നിങ്ങൾ പൂച്ചകളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാ പറയണേ. അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യണം. ഉസ്നേക, ഈ ബന്ദർ പറയണേ, ശുക്ർ കറോ, നിങ്ങൾ ശുക്ർ ചെയ്യാം. ബില്ലിമാരോട് പറയാണ്, പൂച്ചകളോട് പറയണം. എന്താ കാരണം? തുമേ, നിങ്ങൾക്ക് ലോകോക്കെ ഗറോമേ, ജനങ്ങളുടെ വീടുകളിൽ നിന്നും, ആസാനീസെ, വളരെ പെട്ടെന്നായിട്ട്, സിമ്പിളായിട്ട്, ഖുറാക്ക് മിൽ ജാതി ഹെ, ഭക്ഷണം ലഭിക്കപ്പെടുന്നു. ഖുറാക്ക് എന്ന ഭക്ഷണം. മനസ്സിലായോ? ഹംസെ സബക്ക് സീക്കോ, അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും നിങ്ങൾ പാഠം പഠിക്കണം. ഹംസെ, ഞങ്ങളിൽ നിന്നും, സബക്ക് സീക്കോ, നിങ്ങൾ പാഠം പഠിക്കണം. എന്താണത്? ഞങ്ങളിൽ നിന്നും എന്ത് പാഠം പഠിക്കേണ്ടത്? ഇവർ പറയാട്ടോ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കണം. हम जंगल में खुराक के लिए कितनी मेहनत करते हैं फिर भी आपस में नहीं लड़ते. എന്താ പറഞ്ഞ്? ഞങ്ങള് ജംഗിൾ പറഞ്ഞാല് കാടുകൾ. അപ്പം ഞങ്ങൾ കാടുകളിൽ ഭക്ഷണത്തിന് വേണ്ടി എത്രയാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ വലിയൊരു ഫൈറ്റൊന്നും ഇല്ലല്ലോ, തർക്കമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ പാഠം പഠിക്കേണ്ടത് എന്ന് ആര് പറഞ്ഞാടാ? ഈ ബന്ദർ രണ്ട് പൂച്ചകളോട് പറഞ്ഞു. മനസ്സിലായോ? ഞങ്ങൾ ജംഗിൾമേ, കാടുകളിൽ, ഹുറാക്കേലിയെ, ഭക്ഷണത്തിന് വേണ്ടി, കിത്തിനി മെഹനത്ത് കർത്തേ ഹൈ, എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്. ഫിർബി, എന്നിട്ടും ആപസ് മേ നഹിയിലെടുത്ത്, പരസ്പരം യുദ്ധങ്ങൾ ഉണ്ടാകുന്നില്ല, പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുന്നില്ല. अगर तुम दोनों लड़ती रहे तो कुत्ता आकर रोटी खा जाएगा और तुम दोनों को जख्मी भी कर सकता है. बिल्लियों ने कुछ देर सोचा और बंदर से कहा कि भैया तुम ही इंसाफ कर दो. അപ്പോൾ ഇത് ഇയാളൊരു ട്രിക്കായിരുന്നു. ഇനി തർക്കമില്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇയാളെ മധ്യസ്ഥനാക്കിയിട്ട് ഇയാൾ വീതം വെക്കുക, വീതിച്ചു കൊടുക്കുക, അതാണ് പരിപാടി. അപ്പം എന്താ ചെയ്യും? കുറച്ച് കൂടുതൽ ഈ വീതം വെക്കണാക്കി കിട്ടുമല്ലോ. അതിനുള്ള ട്രിക്കാണ് കേട്ടോ ഈ പറയണേ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അകർത്തും തോന്നോ, നിങ്ങൾ രണ്ടുപേര് ആണെങ്കിൽ, ലഡ്ത്തി രഹത്തോ, നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, കുത്താക്കർ റോട്ടി കാജായക, നായ വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ റോട്ടി തിന്നും. നിങ്ങൾ തർക്കത്തിലായാലും. അതുകൊണ്ട് നിങ്ങൾ തർക്കത്തിൽ ഇങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ പരസ്പരം കഷ്ണാക്കുകയാണ്, നിങ്ങൾ പരസ്പരം തിന്നോളി. പക്ഷെ നിങ്ങൾ തിന്നണില്ല. അപ്പം നിങ്ങൾ തർക്കത്തിലാവുന്ന അടിയിൽ നായ വന്ന് തിന്നാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യുക? എന്നെ ഏൽപ്പിച്ചാൽ മതി, കാരണം ഞാൻ സുന്ദരമായി നിങ്ങൾക്കിടയിൽ വിഹിതം വെച്ച് തരാം എന്നാണ് പറയണേ, ബന്ദർ പറയണേ കൊരങ്ങന്. മനസ്സിലായോ? അഗർ തും ദോനോ ലടുത്തി രഹത്തോ കുത്ത ആക്കർ റോട്ടി കാ ജായേഗ.
എന്നിട്ട് ഓർ തും ദോനോക്കോ നിങ്ങൾ രണ്ടു പേർക്കും നിങ്ങളെ മുറിവേൽപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ മുറിവേൽപ്പിക്കാനും സാധിക്കും. ആർക്ക്? നായ വന്ന് നിങ്ങളെ കടിച്ച് മുറിവേൽപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തർക്കിച്ച് നിൽക്കല്ലി എന്ന് പറഞ്ഞു. അപ്പൊ ബില്ലിയോനെ കുച്ച് ദേർ സോച്ച, ആ സമയത്ത് നമ്മുടെ ബില്ലിയോ എന്ന് പറഞ്ഞത് നമ്മുടെ പൂച്ചകള് കുച്ച് ദേർ കുറച്ച് സമയം സോച്ച ചിന്തിച്ചു. ഓർ ബന്ദർ സെ കഹ, എന്നിട്ട് കുരങ്ങനോട് പറഞ്ഞോ കെ എന്തെന്നാൽ എന്താ പറയണേ, ഭയ്യ തും ഹി ഇൻസാഫ് കർദോ, സഹോദര നിങ്ങൾ തന്നെ ഞങ്ങൾക്കിടയിൽ നീതിയോട് കൂടെ വർത്തിക്കൂ, നീതിയോട് കൂടെ പെരുമാറൂ, ഞങ്ങൾക്കിടയിൽ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെ ഉണ്ടാക്കിത്തരോ എന്ന് ആര് പറഞ്ഞു? ബന്ദറിനോട് ഈ രണ്ട് പൂച്ചകൾ പറഞ്ഞു. ഇനി വിഹിതം വെക്കണമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇതിൻ്റെ ഷോർട്ട് മലയാളത്തിൽ നിങ്ങൾ എഴുതി കൊണ്ടുവരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.